ഹായ് ഗെയ്സ്, നമസ്കാരം. സുനിൽ സോബർണിയാണ്. ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്ന വീട് കാണിനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇൻഫോ പാർക്കിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു പ്രോജക്റ്റാണിത്. എല്ലാം ഇൻഡിവിജ്വൽ ഹൗസുകളാണ്. താഴെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റഡ് ആയ ഒരു വീടാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോയാലോ. നമ്മൾ ആദ്യം അകത്തേക്ക് കയറുന്നു. നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ. അതോടെ മുറ്റം കാർ പോർച്ചിനകത്ത് മാത്രമേ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ ഇതിനകത്ത്. ഇവിടെ തന്നെയാണ് കിണർ ചെയ്തിരിക്കുന്നത്. കിണറിനകത്ത് നിറയെ വെള്ളമുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് കാണാം. നമുക്കൊന്ന് അതായത് സിറ്റ് ഔട്ടാണ്. 1550 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ട് കയറി ലീവിങ്ങിലേക്ക് പ്രവേശിച്ചു. ലീവിങ്ങൊക്കെ വളരെ മനോഹരമായിട്ട് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ TV സ്റ്റാൻഡ് പണിതിരിക്കുന്നു. ഞാനിവിടെ ലൈറ്റ് ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ ലൈറ്റ് ഇടാൻ പറ്റുന്നില്ല. അവിടെ കറണ്ട് ഉണ്ടായിരുന്നു, അറിയില്ല. ഓക്കെ, നമ്മൾ ലീവിങ് ഇതാണ്. ഇത് നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലാണ്. അത് TV സൈഡ് ബാക്കിലായിട്ട് ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറച്ച് ഡബ്ബിങ് ഏരിയ കൂടിയാണ്. നേരെ ഡൈനിങ് സ്പേസ് ഒരു ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഡൈനിങ് സ്പേസ്, ഒരു ഓപ്പൺ കിച്ചണാണ്. താഴെ ഒരു ബെഡ്റൂമാണുള്ളത് കേട്ടോ. 10-12 വലിപ്പം വരുന്ന ഒരു ബെഡ്റൂമാണ് താഴെ ഉള്ളത്. കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ചഡാണ്. നേരെ നമുക്കൊന്ന് മുകളിലേക്ക് കയറാം. ഈ സ്റ്റെയർ കേസ് കണ്ടോ, ലിവിങ് ആയിട്ട് തിരിച്ചിരിക്കുന്ന ഒരു പറകോള ഇട്ടിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യത്തിന് വെളിച്ചം കയറാൻ വേണ്ടി ഒരു ഗ്ലാസ് ഡോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫിക്സ് ചെയ്തേക്കാണ് കേട്ടോ. ഇവിടുന്ന് അപ്പർ ലിവിങ്ങിലേക്ക് കയറിയാൽ ഫസ്റ്റ് ഡോർ തുറക്കുമ്പോൾ അതിൻ്റെ ബാൽക്കണിയാണ്. നമുക്ക് ബാൽക്കണിയിലേക്ക് ലാസ്റ്റ് വരാം. ഇതൊരു ബെഡ്റൂം. എനിക്ക് തെറ്റിയിട്ടെന്ന് തോന്നുന്നു. ഇവിടെ 3 ബെഡ്റൂം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താഴത്തെ അതേപോലെ തന്നെ ഒരു ബെഡ്റൂം മുകളിൽ വരണം. മുകളിൽ 2 ബെഡ്റൂം വരും കേട്ടോ. ഇത് വരണം യൂട്ടിലിറ്റി ഏരിയയാണ്. അടിപൊളി ഒരു ഗ്ലാസ് ഡോറൊക്കെ ഫിറ്റ് ചെയ്ത ഒരു ബെഡ്റൂമാണ്. അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. ഇത് ഒരു ബെഡ്റൂം അങ്ങനെയാണ് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ഇത് നോക്കട്ടെ, നല്ല ഭംഗിയാണ് കണ്ടോ. ഇത് ഗ്ലാസ് ഡോറൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ രാത്രിയൊക്കെ കിടക്കുമ്പോൾ തുറന്നിടുകയോ ഒക്കെ ചെയ്യാം. കബോർഡ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കൊന്ന് ബാൽക്കണിയിലേക്കൊന്ന് പോകാം. കണ്ടോ, അടുത്തടുത്തൊക്കെ വീടുകൾ കാണാം കേട്ടോ. ഇഷ്ടംപോലെ വീടുകളാണ്. നമുക്ക് ഈ വീടിൻ്റെ ടെറസിലൊന്ന് കയറിയാലോ, നോക്കട്ടെ, കയറാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. യൂട്ടിലിറ്റി ഏരിയയിലാണ് അതിൻ്റെ സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് കയറാം കേട്ടോ.
സ്ലൈഡിങ് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നാണ് മുകളിലേക്ക് കയറുന്നത്. ഇതാണ് നമ്മുടെ മുകളിലെ കാഴ്ച. ഇത് നോക്കൂ, ഈ റബ്ബർ മരത്തിനിടയിൽ കൂടി കണ്ടോ ഇൻഫോ പാർക്ക് കാണാം. അങ്ങറ്റത്ത് ഇൻഫോ പാർക്ക് കാണാം. ഞാൻ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്ത് നോക്കാം, കാണാൻ പറ്റുമോ നോക്കാം. അവിടെ നിന്ന് ഇൻഫോ പാർക്ക് കാണാം. ഒരു നല്ലൊരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നോണം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് അടുത്ത വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് കമൻറ്റ് എന്തായാലും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.